ചോദിച്ചാല് ഒരു സുഖമില്ല. നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരൊക്കെ കാണുമ്പോ ഒരു ചോദ്യ ആരത്? അഭിയോ? എന്താടാ സുഖല്ലനക്ക്? പിന്നെ എന്താ എന്താണ് പെണ്ണെ ഇത് വരുന്നത്? പെണ്ണിനെ കൊണ്ടുവന്ന മുടി വെക്കാൻ പറയില്ലേ? ആരാത്? അഭിയ? എന്താടാ സുഖല്ലനക്ക്? സുഖല്ലേ? സുഖല്ലേ? ഈ സുഖല്ലേ 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 കേൾക്കുമ്പോ തന്നെ ഭ്രാന്താവും. ഓർക്ക് കേൾക്കണ്ടേ സുഖാണ്ടതാ. ഒരു സുഖം തോന്നാത്ത ഞാന് സുഖണ്ട് എന്ന് പറയണത് ഒരു സുഖമുള്ള ഏർപ്പാടാണ്ടോ? ആണാ ചേച്ചിയാ? ഒരു സുഖമുള്ള ഏർപ്പാടാണോ? ആണോ? ആരോട് ആര് കേൾക്കും? ആരോട് പറയാൻ? അല്ലേ ഞാനിതൊക്കെ പറയുമ്പോഴേ ഇങ്ങക്ക് വല്ല സുഖം തോന്നുന്നുണ്ടാ? ഇതിങ്ങനെ തുറന്ന് പറയാത്തവരാതാ ഇവിടെ ഇരിക്കുന്നവരും മൊത്തം. പക്ഷേ ഈ തടിയം പറമ്പിൽ രമേശന്റെ അഭി, അതായത് ഇത് ഞാൻ തന്നെ ആര് ചോദിച്ചാലും സത്യസന്ധമായിട്ട് ഒറ്റ മറുപടിയാ. ഇങ്ങനെ സുഖല്യ 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 പറഞ്ഞ് എന്റെ നാട്ടുകാരും വീട്ടുകാരും എല്ലാരും കൂടി എനിക്കൊരു പേരിട്ട് എന്താണെന്നറിയോ? സുഖമില്ലാത്തവനല്ലേ? സുഖമില്ലാത്തവനെ രാവിലെ നിൽക്കണം, പണിക്കണം. രാവിലെ 6 മണിയാകുമ്പോ ഒരു കുരിപ്പ് വിളിക്കാതെ കിടക്കപ്പോയ ഒരുപാട് അപ്പുവേസിനെ എടുത്ത പണിക്ക് വേണ്ടിയില്ലേ? പട എടുക്കാം ഇങ്ങനെ തന്നെ എടുക്കും. പിന്നെ നേരം വൈകാൻ നിൽക്കണ്ടട്ടാ. 7 മണിക്ക് തന്നെ സൈഡിലെത്തിക്കോ. പിന്നെ തേപ്പല കെടുത്തില്ല, കോലെടുത്തില്ല, മൂക്കെട്ട് എടുത്തില്ല എന്നൊക്കെ അന്റെ സ്ഥിരം ഡയലോഗ് ഇങ്ങോട്ട് കാശല്ലട്ടാ. പിന്നെ പുതിയ സൈറ്റാ അതോടെ നമ്മളെ വെള്ളുള്ളി വൈദ്യരെ വീടിന്റെ പിന്നിലുള്ള അപ്പുട്ടൻ നായരെ മോളെ വീട്. അപ്പുട്ടൻ നായരെ മോളാ? അപ്പുട്ടൻ നായരെ മോളില്ലേ? അമ്മു ടീച്ചറ്. അമ്മു ടീച്ചർ ഭർത്താവ് ഹരിപ്രസാദ്. ആ ഭർത്ത ഹരില്ലേ? പിന്നെ ആ സുബീഷ് ഇന്ന് ലീവാ. അതുകൊണ്ട് ഇന്ന് ഞാനും ലീവാക്കിയാലും ലീവാന്ന് പറയാൻ നിൽക്കണ്ടേട്ടാ. 7 മണിക്ക് തന്നെ സൈറ്റിലെത്തിക്കോ. പണിക്കോടല്ലേ ഇത്ര സുഖമുള്ള ഏർപ്പാടാ ചേട്ടാ? പണിക്കോടെ സുഖമുള്ള ഏർപ്പാടാ? അല്ലല്ല ചേച്ചിയെ, പണിക്കോടത് സുഖമുള്ള ഏർപ്പാടാ അല്ലേ? ആടാ? ഇങ്ങളതന്നെ പറയുള്ളൂ. അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് തമടി സുഖല്ലേ? രാവിലെ നിക്ക തിന്നാ സീരിയലാണ് തിന്ന സീരിയലാണ്. ഇതന്നെയല്ല ഒരു പണി. വേറൊരു പരിപാടി. രാവിലെ ഇങ്ങനെ നിൽക്കേ എന്നിട്ടേ മുടിയൊക്കെ ഇങ്ങനെ കെട്ടിട്ട് ആ മാക്സിന്റെ തലാടെടുത്തിട്ട് വല്ലൊരു കുത്ത എന്നിട്ടേ നമ്മളെ സിൽക്ക് സ്മിതല്ലേ, സിൽക്ക് സ്മിത മുണ്ടി കൊല്ലി പോണ
അടുക്കളയ്ക്ക് എന്നിട്ട് ഇവര് വേറെ കുറച്ച് കലാപരിപാടി അതാണ് നമ്മളെ ആളുകളെ കണ്ടാലേ വേറൊരു വരവാ. അയ്യോ അടക്കാപ്പൊരിയാ എന്തുപോലത്തെ അവരൊച്ചുണ്ടായി കൊടുക്കുന്നുണ്ടാക്കാൻ ഇവിടെ ആളുകൾ നിലമ്പൂത്തേക്ക് പൊരിക്കുന്ന പോലെ എന്തൊക്കെ കാണണമല്ലേ വെച്ചിട്ട് പരിപാടി എന്ത് സുഖല്ലേ പരമ സുഖ അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഭയങ്കര സുഖല്ലേ എനിക്കാണെങ്കിൽ ഒരു സുഖമില്ല എനിക്കാണെങ്കിൽ ഒരു സുഖല്ലേ ഒരു സുഖം മുടി ബാക്ക് കാക്കാൻ പറയണായിരുന്നു ഞാനെന്താ ചെയ്യണ്ടേ മനുഷ്യനികളോട് സുഖമില്ലാതെ അച്ഛമ്മ ഈ സുഖമില്ലാത്തോനെന്നുള്ള വിളിയില്ലേ നിങ്ങളുടെ കൂടി വിളിക്കാൻ ബാക്കിണ്ടായിരുന്നു ഞാൻ തള്ളേ അതല്ല ഈ സുഖമില്ലാത്തോനുള്ള വിളി കേൾക്കുമ്പോ തന്നെ അന്നെ പോലെ തന്നെയായിരുന്നടാ അന്റെ അച്ഛനും വലിയ വാശിക്കാരനും പോരാത്തേനെ ആത്മാഭിമാനിയായിരുന്നേ അന്റെ അച്ഛൻ നാണു അതായത് എന്റെ നാടേട്ടെ അച്ഛമ്മ പോടാ അവിടുന്ന് അന്റെ അച്ഛനെ പോരാവാൻ നോക്ക് സുഖം കണ്ടെത്തി അനുഭവിച്ച് തീർക്കാനാ അനക്കും അങ്ങനെ അനുഭവിച്ച് തീർക്കണമെങ്കിൽ സുഖത്തെ കണ്ടെത്തണം 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 അച്ഛമ്മ അച്ഛമ്മ എന്താ പറഞ്ഞേ സുഖത്തെ കണ്ടെത്തിയേ സുഖത്തെ കണ്ടെത്തിയേ ഞാനെങ്ങനെ അച്ഛമ്മ സുഖത്തെ കണ്ടെത്തുക എനിക്കൊന്ന് പറഞ്ഞാട്ടെ അച്ഛമ്മ ഇല്ലെങ്കിലേ എനിക്ക് പ്രാന്തായി പോകും 50 മിനിറ്റ് ഉണ്ട് 50 മിനിറ്റ് ഉണ്ട് ഒന്ന് ചൊറിഞ്ഞോക്കടാ ചൊറിഞ്ഞോക്കേ ചൊറിഞ്ഞോക്കാനാ ചൊറിഞ്ഞെന്തൊക്കെ സുഖാണ് കിട്ടുക എന്താ വയ്യേ ചൊറിഞ്ഞോക്കാ സുഖം കിട്ടൂല ചൊറിഞ്ഞാലേ സുഖം കിട്ടി കിട്ടൂലേ അങ്ങനെ ചൊറിയുമ്പോ കാല് ചൊറിയുമ്പോ അങ്ങനെ ഞാൻ ചൊറിഞ്ഞ് സുഖം കിട്ടിയപ്പോഴേ ഞാൻ ആ സുഖം കുന്നോളം പെരുകാൻ വേണ്ടിട്ടേ എന്റെ കാലിമേ ഈ കൈ വെച്ചിട്ട് ശക്തിയിൽ ചൊറിയാൻ തുടങ്ങി അങ്ങനെ ചൊറിഞ്ഞ് അങ്ങനെ
ചൊറിഞ്ഞ് 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 എന്റെ കാലമേ പഞ്ചായത്ത് വലുപ്പത്തിൽ ഒരു മുറിയായി. അങ്ങനെ നീച്ചലായി, കടച്ചിലായി, പുകച്ചിലായി. അങ്ങനെ ഉണ്ടായിരുന്ന മനസ്സമാധാനം മാത്രം പോയി. അങ്ങനെ ഞാൻ ഒരു പ്രതികാരം വിട്ടാണ് വിചാരിച്ചത്. പ്രതികാരം, മുറിനോട് പ്രതികാരം വിട്ടാണ്. അങ്ങനെ ഞാൻ ആ മുറിന്റെ ചുറ്റിനും ഇങ്ങനെ ചൊറിയാൻ തുടങ്ങി. പ്രതികാരം അങ്ങനെ ചൊറിഞ്ഞ് മുറിന്റെ ചുറ്റിനും ചെറിയപ്പെടും സുഖ. ചിരിക്കണ്ട. ഇങ്ങനെ മുറിന്റെ ചുറ്റിലും ഇങ്ങനെ പാടത്തിട്ടാത്തവരായിട്ടും ഈ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല. ഇങ്ങനെ ഞാനേ ചൊറിയാൻ തുടങ്ങി. അങ്ങനെ ചൊറിഞ്ഞ് 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 ആ ഭാഗം ആകൊരു വെള്ളായിട്ട് മാറി. അങ്ങനെ ഇരിക്കാൻ വയ്യാതായി. അങ്ങനെ ഞാനേ ജോസഫ് ഡോക്ടറെ പോയി. ഡോക്ടറെ 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 കാല് അങ്ങനെ ജോസഫ് ഡോക്ടറാ പറഞ്ഞത് എന്റെ കാലമ പോയസ് കേറിയിട്ട് അങ്ങനെ ഞാനേ ചോറിനുള്ള സുഖം ഒഴിവാക്കി. ചോറിനുള്ള സുഖം എനിക്ക് വേണ്ടേ. പിന്നെ സുഖത്തിന് വേണ്ടി എന്താ ചെയ്യാൻ ആലോചിക്കാം. എന്ത് ചാച്ചേട്ടാ? ചാച്ചേട്ട എന്താ ഇതാ ഇതാ സുഖം കിട്ടും. ഇതടിച്ച സുഖം കിട്ടും. സത്യ കുപ്പി കുപ്പി അതൊന്നും നോക്കണല്ല. അത് അരിഷ്ടാണ്. ചായ പതക്ക് ഒരു തീം പാട്ടാണ്. എന്ത് തരക്കല്ലേ ഈ ബീവറേജ് പോയി സാധനം വാങ്ങിക്കാന്നുള്ളത് ബാഹുബലിയിൽ യുദ്ധം കഴിയണ പോലെ അല്ലേ? എന്താല്ലേ? ചേച്ചി എന്തായാലും ഫുള്ള് എടുത്തോളി. ഫുള്ളേ എത്ര? 700 ഉറുപ്പ്യ. ഓമ്പോ എന്തായാലും എടുത്തോളിട്ടാ. ചേച്ചിയെ ഞങ്ങള് ഉള്ളോണ്ടാട്ടാ ഈ നാടിങ്ങനെ നിലനിൽക്കണത്. മദ്യപാനമാണോ മനസ്സിനൊരാനന്ദം? തുള്ളിയകത്തു ചെന്ന സ്വർഗലോകമാണോ മദ്യപാനമാണോ മനസ്സിനൊരാനന്ദം? തുള്ളിയകത്തു ചെന്ന സ്വർഗലോകമാണോ ഇതെങ്ങനെ കുടിക്കുക?
തിരിച്ചടിക്ക്. കറങ്ങുന്നു ഭൂമി കര പൊട്ടിയുടഞ്ഞു ഇതാടാ ഈ കള്ളുടിയന്മാരെ ആസ്വദിച്ചു കുടിക്കുന്ന സാധനം. എന്ത് ഒന്നുകൂടി എടുത്താൽ ശരിയാവും. ട്രൈ ചെയ്യ്. ഓക്കെ മദ്യപാനമാണോ മനസ്സിനൊരാനന്ദം അകത്തു ചെന്ന സ്വർഗലോകമാണല്ലോ സ്വർഗലോകമാണല്ലോ You're welcome. രാജേട്ടാ നിങ്ങളിന്റെ ദൈവാണെന്ന്. ചിരിക്കുന്നു ലോകം ഇത് മത്തുപിടിച്ചൊരു മായാജാലം മനസ്സിന്റെ ചൂടിൽ ഈ ലഹരി തരുന്നത് സ്വർഗം സ്വർഗം വിഷമിതെന്നാലും വിഷമമെന്നാലും കുടിക്കാതെ വയ്യ തടുക്കാതെ വയ്യ ആരാ ആരാത് ആരാ ട്രാക്ക് കൂടെ നടക്കണേ? ട്രാക്ക് കൂടെ ആരാ നടക്കണേ? അതൊരു മോളല്ല. മോളെ മാറ് മോളെ. വണ്ടി വണ്ടി മോളെ മാറ് മോളെ. മോളെ വണ്ടി എടുത്തല്ലേ മോളെ. മോളെ മോളെ ഓട കയ്യില്ലല്ല ഓളെ അങ്ങനെ ഞാൻ മദ്യപിച്ചിരുന്ന സുഖം എനിക്ക് വേണ്ട. പിന്നെ ഒരു തടുപ്പ് ആകെ നടക്കാനിരിക്കാൻ പറ്റാതെ ആകെ എന്തൊക്കെയോ പോലാകും. അങ്ങനെ ഞാൻ രാത്രി ഉറക്കമാരെ പോലെ അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നാട്ടിലിരുന്ന് അടിക്കല്ലേ അടിക്കല്ലേ. കള്ളനല്ല ഞാനൊന്നും കേട്ടിട്ടില്ല. ഞാന് നിങ്ങളെ പോലെ സുഖം അനുഭവിക്കാൻ പറ്റാത്ത പാവാണ്. കണ്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുന്ന നാടാത്. നിർത്തി ഞാന് ഇങ്ങനെ ഏറുകൊണ്ടും തല്ലുകൊണ്ടും ജീവിക്കാൻ എനിക്ക് വയ്യ. ഞാൻ നിർത്തുക.
അഭി മരിക്കാൻ പോവാ. അബേ മരിക്കല്ലേ അബേ അബേ അച്ഛമ്മ, ഭീരുക്കളാണ് ആത്മഹത്യ ചെയ്യാ. ജയിച്ചവന്റേത് മാത്രല്ല, തോറ്റവന്റെ തോറ്റേടത്ത് നിന്ന് പോരാടി ജയിക്കുന്നതിന്റെയാണ് ഈ ലോകം. അതുകൊണ്ട് ഈ ഒരു പെണ്ണിനെ പ്രേമിക്കണം. പ്രേമിച്ച് ജയിച്ചു കാണിക്കും. അതിലൊരു സുഖണ്ട്. ഞാനെന്റെ മനസ്സിന് പറ്റിയ ഒരു പെണ്ണിനെ തെരയാൻ തുടങ്ങി. എന്റെ മനസ്സിന് പറ്റി ഞാൻ മതിയോ ഞാൻ മതിയോ പെണ്ണിനെ തേടിട്ട് ലോട്ട് പോയി. കിട്ടിയില്ല. എന്റെ മനസ്സിന് പറ്റിയ ഒരു പെണ്ണിനെ കിട്ടിയില്ല. ഞാനങ്ങനെ പിന്നെ തെരഞ്ഞു. കൊറേ സ്ഥലത്ത് തെരഞ്ഞു. ഇവിടെ പെണ്ണ് പൊന്നു കടണ്ടാണ്. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനഗേ നമോ നമോ. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനഗേ നമോ നമോ. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി ആ പെണ്ണ് നമോ. സുന്ദരതര പീനാഗധര സുന്ദരതര പീനാഗധര അതെ ശരിയാ. ഞാൻ തേടിയുള്ള പെണ്ണ് ഗംഗാധര ഗജ ചാമരധര ഗംഗാധര ഗജ ചേച്ചിന്റെ അല്ല ഒരു ചേച്ചി വരും അവിടെ ഇരിക്കണേ. അനുസൂയ ആ അനുസയ അനുസൂയ ഏ അനുസൂയ പെണ്ണെ എനിക്കറിയില്ല. പെൺ അച്ചുവാ അച്ചു പേരെന്താ? മാനപ്രേമത്തിലേ മാനപ്രേമത്തിലേ മൺകൂടാണതിലേ പ്രേമത്തിലേ മൺകൂടാണതിലേ മേയും ലൈല മായ മായ ലോകത്ത് മായ മായ ലോകത്തല്ലീല മന പ്രേമത്തിലെ മൺകൂടാനദിയിലെ മേയും ലൈല മായ 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 ലോകത്തല്ലു
മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും പ്രകടിപ്പിച്ച് കാണിക്കാൻ പറ്റാത്ത വല്ലാത്തൊരു സുഖം. അതൊക്കെ ശരിയല്ലേ? ഇങ്ങനെ കിടന്നാ മതിയോ? നമുക്ക് ഒപ്പം കിടന്നാലോ? മൂഞ്ചേ. അതല്ല, ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോഴേ ഈ ഒരു മുസ്ലിമും ഞാനൊരു ഹിന്ദു അല്ല. അതുകൊണ്ട് ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ മുസ്ലിമായ ഞാനും ഹിന്ദുവായും കല്യാണം കഴിച്ചെന്താ ഈ ഭൂമി ഇല്ലാണ്ടാവോ? അങ്ങനെ അങ്ങോട്ട് ഇല്ലാണ്ടാവാണെങ്കിൽ അതങ്ങോട്ട് ഇല്ലാണ്ടാവട്ടെ കഥയെ. സാധാ അതുകൊണ്ട് കല്യാണം ഫസ്റ്റ് ആണ് ട്ടാ. ഇന്നാലേ നമുക്ക് പ്രേമലേഖനത്തിലെ കേശവനാരി സാറാമിനി പോലെ ആയാലോ? അല്ലാ. അതൊക്കെ പണ്ടല്ലേ. ഇന്ന് കാലം മാറി. അല്ലാ, മറ്റേ പാട്ട് എനിക്ക് കരച്ചിൽ വരുന്ന പാട്ടാണത്. ഇത് കരച്ചിൽ വരുന്ന പാട്ടാണ്. നമ്മുടെ ഈ നാട് നാടല്ലാതായി മാറിയത് ഇജ്ജ് കാണുന്നില്ലേ? കറ് കറുത്തതോട്ട് ഡീന. വെളിതനായിക്കോട്ട് ചാട്ടം കൊണ്ടടിച്ചു. എന്താണ് കാക്ക? ദേഹത്ത് മൂത്രമൊഴിച്ചു. കൂട്ടിന്റെ കാലോട്ട് ചതച്ചരയ്ക്കപ്പെട്ട തിന്ന തിന്ന. പാവം മനുഷ്യനെ ഇജ്ജ് കാണുന്നില്ലേ? ദാഹിച്ച് തൊണ്ട വച്ചപ്പോ ടീച്ചർ വെള്ളം കുപ്പിന്ന് ഇണ്ട് ഇണ്ട് ഒരു ഇണ്ട് ഇണ്ട്. ഇഞ്ച് ദാഹജലം കുടിച്ചതിന് ഞങ്ങളിത് അഭിനയിച്ചിരുന്നു. ഒരു ഞാനാണ് ഈ സീൻ പാവം കരഞ്ഞ് കരഞ്ഞിട്ട്. തള്ളി ചതച്ച നാടാണിത്. അറിവ് പകർന്ന് കൊടുക്കേണ്ടവരുതല്ലേ തൊപ്പിയിട്ടതിന് ചോമനുകളുടെ മനസ്സില് വർഗീയത കുത്തി നിറച്ച് ഒക്കെ തടിപ്പിച്ച കാഴ്ച ഡീന. നമ്മളൊക്കെ കണ്ടതല്ലേ? ഈ രാജ്യം കാത്ത ഈര ജവാന്റെ അനിയത്തിമാരെ resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens സങ്കടപ്പെടലേ. എന്റെ വീടിന്റെ അടുത്ത്. ഈ സങ്കടപ്പെടുമ്പോ പള്ളിപ്പടില്ല. തീരെ പോയതേ. മോനവിടെ പട്ടമ്പ് എന്താ തച്ചറമ്പിലാണ്. ഞാന് പട്ടമ്പ് അങ്ങാടിയില്. ഈ അവസ്ഥ കണ്ടിട്ട് നിങ്ങളെ വീട് ഇവിടെ കാക്കിച്ച് തുപ്പാനാ ഈ കാളാടാ. തോന്നണത്. പട്ടമ്പ് അറിയോ നിങ്ങക്ക്? കാളാടെ ഇവിടെ നമ്മള് എന്താണ് ചെയ്യാ? കിടക്കണത്. എന്തൊക്കെ വന്നാലും നമ്മള് എന്നാ പറയും എന്റെ പേരെന്താ? ജനിച്ച ഈ മണ്ണില് ദേവിക. ഒരിടം വരെ ആരെ? ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അതെ, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. മിഥുരാജ. അങ്ങനെ പോയാലോ? മിഥുരാജ്. ശിഖ. ഒന്ന് നീക്കടാ. അല്ല അതാ ശിക്കാരി.
ശിക്കാരി ശംഭുവിന്റെ ചിക്കാണൊക്കെ പേരോട് കിട്ടി ഇന്ന് സ്കൂളിൽ അങ്ങനെ ഇപ്പൊ വിളിക്കല് കിട്ടി ഒന്ന് നീക്കിന്റെ അഭിയെ ഇന്ന് സ്കൂളിൽ ശിക്കാരി സംഭവം സിക്കിലിന്നൊക്കെ വിളിക്കും എനിക്ക് കിട്ടി അർജന്റാ. എന്ത് അർജന്റായാലും ഞാനില്ല. എടാ, ശ്ശേ, മാറി. എന്താടാ? അനക്കിത് നേരത്തെ പറഞ്ഞൂടെ ഇതാ. എന്താ പ്രശ്നം? പ്രശ്നം ഇയ്യന്നെയാ. ഞാനോ? തൊടല്ലേ? തൊടാൻ പാടില്ലാന്നറിയില്ലേ? ഇങ്ങനെയൊക്കെ ഈ കാലത്തുണ്ടോ? കാലേന്ന് മാറിയാലും തീണ്ടാലിപ്പെണ്ണൊന്നും തീണ്ടാലിപ്പെണ്ണ് തന്നെയാ. അതൊക്കെ ഞാൻ ഇത്രയും നേരം ഒരുമിച്ചിരുന്നു, കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു, പരസ്പരം മനസ്സുകൾ കൈമാറിയ ഞാനില്ല ചെന്നാണോ ഈ പറയണത്? ഞാൻ കണ്ടിട്ടില്ല ചിന്തിച്ച് അത് അതെനക്ക് അറിയാനിട്ടാടി. നിന്റെ വീട്ടിലൊക്കെ ഈ സമയമാകുമ്പോ പെണ്ണുങ്ങൾ ആരും തൊടാറില്ല. ഭക്ഷണം പോലും പാകം ചെയ്യാറില്ല. ഒരു മുറിയിലെ ഒറ്റയ്ക്ക് ഒതുങ്ങിക്കൂടി ഇരിക്കാറാ. പുറത്തായ പെണ്ണുങ്ങളെ അശുദ്ധയാ, അശുദ്ധ. അശുദ്ധയാ. ആ അവൻ കിടന്നപ്പോ എല്ലാ മാസവും ഞങ്ങളിലെ അണ്ട ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ബീജത്തെ സ്വീകരിക്കുന്നതിനായി കോളേജ് കേട്ട് പഠിച്ചു അതിന്റെ പുതിയ ജനനത്തിന് കാരണമാകുന്നതിന് ശരിയാ. അങ്ങനെ മനുഷ്യവംശത്തിന്റെ ജൈവികമായ തുടർച്ചയ്ക്കായി ഞങ്ങളുടെ ശരീരം ഒരുങ്ങുന്നതിന് തീർന്നില്ലേ ആർത്തവം തീർന്നില്ലേ മാസമുറ എന്നൊക്കെ പറയണത്. അതൊന്നും ഇങ്ങനത്തെ ഇതിലൊന്നും ചീറാൻ പറയാ എന്നാൽ അറിയാം. അശുദ്ധിയെ ആരോപിച്ച് പുച്ഛിച്ച് തള്ളുന്നവരെ ഈ അശുദ്ധി എന്ന ശുദ്ധിയുള്ളതുകൊണ്ടാ നീയും ഇവരും ഞാനും ഒക്കെ ഉണ്ടായത്. അഭിയെ, ഞാൻ അറിയാതെ ഉള്ളിൽ തുറന്നു പോയതാണ്. ഇങ്ങനെ ഒന്നും തുറന്ന് പറയാൻ പറ്റാതെ എല്ലാം എല്ലാം ഉള്ളിൽ ഒതുക്കി കഴിയണ എത്ര പെണ്ണുങ്ങളുണ്ടെന്ന് അറിയാം ഈ നാട്ടില്. അവിടെ പറ്റ് നിൽക്കാനോ ഇരിക്കാനോ കഴിയാതെ അവനും കറിയണ്ടല്ല സന്തോഷങ്ങളില് ഹലോ ഉള്ളിൽ തുറന്ന് പങ്കുചേരാൻ പറ്റാതെ യാത്രകളിലെ പ്രയാസങ്ങള് നിൽക്കാൻ വേണ്ടി പറഞ്ഞത് എല്ലാത്തിനുപരി ഞാന് ഫ്രണ്ടിന്റെ പോ അതൊക്കെ വേറെ ലെവലാ. പോകുന്നത് പോലൊരു ആ ഡ്രോയിങ്ങാ എന്താ പറഞ്ഞ ഇപ്പൊ അനുഭവം വേറെ ലെവലാണ്. എനിക്കറിയില്ല അനുഭവിച്ചാ ഇല്ല ഞാൻ മറ്റേ കറണ്ടിന്റെ ഇതാക്കിയാൽ മതി. അതിനെത്ര പൈസ കിട്ടാ ആരും കേൾക്കാതെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. വിളിച്ചവള് ആ സമയങ്ങളിൽ തോന്നും ഒരു പെണ്ണായി ജനിക്കണ്ടായിരുന്നു എന്ന്. ഓ എനിക്ക് അത്ര തോന്നി. അതെ, പെണ്ണിന്റെ ഈ വേദനയെ മനസ്സിലാക്കാൻ ആണായി പിറന്നതുകൊണ്ടായില്ല, പെണ്ണായി തന്നെ പിറക്കണം. സനെ അതെ, സഹനല്ലേ ഇരുന്നിട്ട് തന്നെ പിറക്കണം. ആരല്ലേ ഞാൻ അറിയാണ്ട് എന്നോട് ക്ഷമിക്കടി. ഈ സമയങ്ങളില് പ്രാണനം പോലെ സ്നേഹിക്കുന്നവന്റെ ഇങ്ങനെയുള്ള ചേർത്ത് നിർത്തല് ഈ നാട്ടിലെ
ആര്യ പെണ്ണിന്റെയും ഇവിടെ സ്വപ്നം. സഹന. അഭിയെ, ആരാണത്? അത് അനീഷേട്ടനാ. ഇത് മുമ്പില് ആരാണത്? രാജാവേ. ആരാണത് ഈ പൊതുസ്ഥലത്തെ ഇഴുകിച്ചേരുന്നത്? ഇതൊരു പരിപാവനമായ പുണ്യഭൂമിയാണ്. ഈ ഭൂമിയില് ഇത്തരം പരിപാടികളൊന്നും നടക്കൂല. ആരടാ ഒരു പറയണ്ടായിരുന്നു. ആരടാ തട്ടത്തി മറയത്ത്? ആരടവേ? തട്ടത്തിന് മറിയാത്ത ആരാണ്? ആരാന്നല്ല ചോദിച്ചത്. തട്ടട്ടിക്കണ ആരാന്ന്? അവനെ വലാക്കുവത്തയ്യ. എന്താണ് റബ്ബേ നമ്മളീ കാണുന്നത്? ഖിയാമത്ത് വരാൻ നമ്മൾ സമ്മതിക്കൂല. പേടിയാവട്ടെ. വേണ്ട. ഞങ്ങളൊന്നും ചെയ്യില്ല. നമ്മളൊന്നും ചെയ്തില്ല. വേണ്ട. വേണ്ട. അഭിയെ, സഹന. വേണ്ടടാ. നമ്മുടെ പ്രണയത്തിനേക്കാൾ വലുതാ ഈ നാടിന്റെ മതേതരത്വം. അതുകൊണ്ട് അതുകൊണ്ട് ഈ ഭക്തി പിരിയാം. സഹന. അഭിയെ, മലർമൊട്ട് കൽവിന്റെ കണ്ണീരും മലർമൊട്ട് കൽവിന്റെ അഭിയെ, നമ്മൾ ഇത്രയും കാലം നെയ്തെടുത്ത നമ്മളെ സ്വപ്നങ്ങള് പാതി വഴി ഉപേക്ഷിച്ചു പോവാനേ അന്നെ കൊണ്ട് ആവോ? അഭിയെ, അത് സഹന. എന്നെ കൊണ്ടാവോ? സഹന, അവളുടെ നമ്മളിങ്ങനെ വേർപിരിയണം. പിന്നെ നമ്മളെന്താ ചെയ്യാ? സാരമില്ല. ജാതിക്കും മതത്തിനപ്പുറം മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു പുതുതലമുറ വളർന്നു വരുന്ന നാടാണ് നാട്. ശബ്ദമാണല്ലോ. അതെ, ബ്രാഹ്മണർ തോപ്പിച്ചാളെ കഥ ഇല്ലുവണ്ടിയാ. ഇപ്പൊ കാണുന്നത്. ഇല്ലുവണ്ടിയാ.
തൂത്തുമറിച്ച നാടാണിത്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാത്ത സർവ്വരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമെന്ന് ഇപ്പോഴെങ്ങനെ കാണാപ്പാടം പഠിച്ചു ആർക്കും എതിർപ്പായില്ലാത്ത കാലം തന്നെ പറഞ്ഞും പറഞ്ഞും പഠിപ്പിച്ച നാടാണിത്. കറുപ്പും കരുത്തും കൊടുത്തോരേറെയുയർന്ന തലപ്പൊക്കവും നെറ്റത്തടത്തിലായി ചന്ദനപ്പൊക്കം. അതെ, ഒരുപാട് നവോത്ഥാന നായകന്മാർ സമരം ചെയ്ത് അതിൽ തന്നെ ഒരുപാട് പേർ ചോരയും ജീവനും കൊടുത്ത് മാറ്റിയെടുത്ത നാടാണിത്. എന്നാൽ ഇപ്പോ ജാതീയതയും മതസ്പർദ്ധയും വീണ്ടും തിരിച്ചു വരാ. മനുഷ്യന്മാർ തമ്മില് അകലാൻ തുടങ്ങുക. അതുകൊണ്ട് തല കുനിക്കുകയോ മുട്ടുമടക്കുകയല്ല വേണ്ടത്. വർഗീയത എന്ന തീട്ടം തലപ്പേറി നടക്കുന്ന പച്ച മനുഷ്യന്മാരായി ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടത്. കിട്ടണ സുഖം എന്നൊക്കെ പറയും. പ്രതിരോധിക്കാൻ വേണ്ടത് സമരത്തിൽ ഞാൻ അയാൾക്കാ ആ, ഒന്നും മനസ്സിലാവണില്ല. അതെ, വർഗീയത എന്ന തീട്ടം തൂരി പ്രതിഷേധിക്കണം. ഇത് സുഖാലേ? ഒരു പ്രത്യേക തരം സുഖം. ഇപ്പൊ കഷ്ടപ്പെട്ട് വന്ന് ഒട്ടിച്ചു പോയത് തൂറാൻ മുട്ടുമ്പോ തൂർന്നതാ ലോകത്തിലെ ഏറ്റവും വലിയ സത്യം. അതോടൊപ്പം വർഗീയതയെയും വംശീയതയെയും ഒന്ന് ദൂരെ ഒഴിവാക്കി നോക്കി. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുഖം. പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും. നാടകം സുഖത്തോടുകൂടി അവസാനിപ്പിക്കട്ടെ. കേട്ടില്ലേ? അതെനിക്കും തോന്നുന്നു കൊറേ നേരമായിട്ട്.